നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിക്കുകയും പാലാ എന്ന് പറയുന്ന ഒരു കൊച്ചു മലയോര ഗ്രാമത്തെ പാലാ പട്ടണമാക്കി തീർക്കുകയും ചെയ്ത ഒരു രാജശില്പിയുടെ നാട്ടിലേക്കാണ് ഞങ്ങൾ ഇന്നത്തെ ഈ പെരുന്നാൾ കാണാൻ പോകുന്നത്. ആ പെരുന്നാളാണ് ഞങ്ങൾ നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ അത് അദ്ദേഹം ആരാണെന്നുള്ളത്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒറ്റയൊരു പേരെ അറിയാനുണ്ടായിരുന്നുള്ളൂ അന്ന്. രാഷ്ട്രീയം ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ഇന്നും മാണി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാരുടെ ഹൃദയം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒരാളുടെ കഴിവുകൊണ്ട് തന്നെയാണ് പാലാ എന്ന് പറയുന്ന ആ ഗ്രാമം ഇന്നത്തെ പാലാ പട്ടണമായി തീർന്നതും ആ പാലാക്കാരുടെ മനസ്സിൽ ഇന്നും അദ്ദേഹം അതുപോലെ നിറഞ്ഞു ജീവിക്കുന്നതും. പാലാപ്പള്ളിയിലെ പെരുന്നാളിന് ഞങ്ങളെത്തി. വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജനാവലിയായിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ എത്തിയിരുന്നത്. മാതാവിൻ്റെ മുന്നിലേക്ക് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മളീ കാണുന്നത്. അവിടെ പൂമാല അർപ്പിക്കാനും നാരങ്ങാമാല അർപ്പിക്കാനും നേർച്ചകൾ അർപ്പിക്കാനും കുഞ്ഞുങ്ങളെ അമ്മയുടെ മുന്നിൽ അടിമ കിടത്താനും ഒക്കെയുള്ള വൻ തിരക്കാണ് അവിടുത്തെ പ്രത്യേകതകൾ നമുക്ക് കാണാം. ആരും ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നിങ്ങൾ പോലീസുകാരെയോ വാളണ്ടിയേഴ്സിനെയോ ഒക്കെ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ വാളണ്ടിയേഴ്സൊക്കെ അവിടെ നിയന്ത്രിക്കാനായിട്ട്. മൈക്ക് അനൗൺസ്മെൻറ്റിൽ കൂടെ മാത്രമുള്ള നിയന്ത്രണമാണ് അവിടെ നടക്കുന്നത്. ഈ ലക്ഷക്കണക്കിന് എത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ അവർ സ്വയം നിയന്ത്രിച്ചാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലാ നഗരത്തിന് ഇത്രമാത്രം വലിയൊരു ആഘോഷം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു. ഇതിനെ വിശാലമായ രീതിയിൽ തന്നെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ പാലാ പെരുന്നാളിന് ഞങ്ങൾ സമർപ്പിക്കുന്നതായിരിക്കും. അത്ര മനോഹരമായ ഒരു ദേശമാണ് പാലാ. അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ ആഘോഷവും. ഇവിടെ ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ലാതെ നാനാജാതി മതസ്ഥരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ചെണ്ടമേളങ്ങളോ എഴുന്നള്ളത്തുകളോ ഒന്നും നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഭാഗത്തേക്കൊന്നും നമുക്ക് അടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇതൊരു 2-3 വഴി മാത്രമേ ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നുള്ളൂ. ഇങ്ങോട്ട് വരുന്നതിനിടയിലൂടെ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി വളരെ പ്രയാസമായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയെന്ന് പറയുന്നത്, ഈ രാത്രി 10 മണിയും 10:30 മണി സമയമായപ്പോൾ പോലും അവിടുത്തെ എല്ലാ കടകളും, ഏറ്റവും ചെറിയ കട തൊട്ട് ഏറ്റവും വലിയ കട വരെ എല്ലാവരും തുറന്ന് പ്രവർത്തിച്ച് ലൈറ്റുകളും ഇട്ട് ഈ ആഘോഷത്തെ അവർ അങ്ങേയറ്റം വരവേൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ സാധനങ്ങളും ഒക്കെ ആയിട്ട് വടക്കേ ഇന്ത്യൻ ആൾക്കാർ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ, കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ ആകർഷിക്കാമെന്നുള്ള രീതിയിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടാണ് അവരെത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ളതേ കണ്ടില്ലേ. അവിടെ എത്തുന്നവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഉറങ്ങാൻ വിടാതെ അവരെ മടിയിലിരുത്തിക്കൊണ്ടാണ് അവരെ അമ്മമാർ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള വളരെ നല്ല ഭക്ഷണവും നാടൻ ഭക്ഷണവും നമുക്കവിടെ കിട്ടുന്നുണ്ട്. അതേ നിലവിളക്ക് വെളുപ്പിക്കുന്ന ഒരു സാധനമാണ് അത്. ഞങ്ങളും വാങ്ങി വരണം, കാരണം എൻ്റെ കയ്യിൽ കുറേ പിത്തള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.